ഞാൻ അടിവരയിട്ട് പറയണം, ഔദ്യോഗികമായ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യത്തെ മീറ്റിംഗ് അവിടെയാണ് നടന്നത്, വിവേകാനന്ദ വായനശാലയിൽ വെച്ച്. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? പ്രത്യേകിച്ചും കേരളത്തിൽ ഈ ഹിന്ദുത്വ സൈദ്ധാന്തികന്മാരും കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികന്മാരും തമ്മിലുള്ള ഒരു സേതുബന്ധനം എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വിവേകാനന്ദ സാഹിത്യം പഠിച്ചിട്ടാണ്. ശ്രീരാമകൃഷ്ണ വിവേകാനന്ദ സാഹിത്യം മലയാളത്തിൽ, ഇത് കേരള സാഹിത്യ അക്കാദമിയുടെ സ്കോളർഷിപ്പോട് കൂടി ചെയ്തതാണ്. പിന്നീട് അത് അക്കാദമി തന്നെ പുസ്തകം പ്രസിദ്ധീകരിച്ചു. മഹാകവി അക്കിത്തമാണ് ഇതിന് പുസ്തകം അവതാരിക എഴുതിയിരിക്കുന്നത്. അപ്പം അദ്ദേഹമൊക്കെ പറഞ്ഞ കാര്യം, ഈ രാമകൃഷ്ണ വിവേകാനന്ദ സാഹിത്യം മലയാളത്തിൽ ചെലുത്തിയ സ്വാധീനം. ഇപ്പം മഹാകവി കുമാരനാശാൻ തന്നെ പറയുന്നുണ്ട്, വിവേകാനന്ദാദി യതീന്ദ്രന്മാരെയും രവീന്ദ്രാദി കവീന്ദ്രന്മാരെയും ആത്മാവിൽ ആവാഹിച്ചാണ് ഞാൻ വംഗദേശത്ത് നിന്നും മലയാള മണ്ണിലെത്തിയത്. പിന്നീടാണ് അദ്ദേഹം വിവേകോദയം മാസികയുടെ പത്രാധിപരാകുന്നുണ്ട്. കുമാരനാശാൻ കവി മാത്രമായിരുന്നില്ല, പത്രാധിപരും കൂടിയായിരുന്നു. അദ്ദേഹം അടിക്കുന്ന പ്രസ്സിന്, വിവേകോദയം അടിക്കുന്ന പ്രസ്സിന് ആനന്ദ എന്നുള്ള പേരിട്ടു. അപ്പം അക്കാലത്ത് വിവേകാനന്ദ സ്വാധീനം ഇല്ലാത്ത എഴുത്തുകാരോ ചിന്തകരോ വിദ്യാഭ്യാസം ഉള്ളവർ തന്നെ ഉള്ളവരെല്ലാം വിവേകാനന്ദ സാഹിത്യം വായിച്ചിട്ടുള്ളവരാണ്. അതുകൊണ്ടാണ് 1939 പിണറായിയിലെ പാറപ്പുറത്തെ വിവേകാനന്ദ വായനശാലയിൽ വെച്ചാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഔദ്യോഗികമായ ആദ്യത്തെ മീറ്റിംഗ്. ഞാൻ അടിവരയിട്ട് പറയണം, ഔദ്യോഗികമായ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യത്തെ മീറ്റിംഗ് അവിടെയാണ് നടന്നത്, വിവേകാനന്ദ വായനശാലയിൽ വെച്ച്. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? വിവേകാനന്ദ സാഹിത്യം അതിനു മുമ്പ് കേരളത്തിൽ പ്രത്യേകിച്ചും മലബാറിൽ പ്രചരിച്ചിരുന്നു. സ്വാമി വിവേകാനന്ദൻ ഏത് പ്രദേശത്തെയാണോ ഭ്രാന്താലയം എന്ന് വിളിച്ചിരുന്നത്, ആ പ്രദേശത്ത് തന്നെ വിവേകാനന്ദ വായനശാല ഉണ്ടാവുകയും അവിടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യത്തെ മീറ്റിംഗ് ഉണ്ടാകുന്നത്. കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിക്കാർ, പ്രത്യേകിച്ച് കെ ദാമോദരനെ പോലെയുള്ളവർ, എൻ ഇ ബാലറാമിനെ പോലെയുള്ളവർ, അത് പി ഗോവിന്ദപിള്ള, തായാട്ട് ശങ്കരൻ എന്നൊക്കെ പറയുന്ന ആൾക്കാർ, മൊയ്യാരത്ത് ശങ്കരൻ, വിവേകാനന്ദ സ്വാമികളെ കത്തുകൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ ആൾക്കാരാണ്. അപ്പം അവരുടെ ഒരു നിഗമനം എന്താണെന്ന് വെച്ചാൽ, മർദ്ദിത ജനതയുടെ സേവനമാണ് യഥാർത്ഥ ബ്രഹ്മോപാസന എന്ന് പറഞ്ഞ ഭാരതത്തിലെ ആദ്യത്തെ സോഷ്യലിസ്റ്റാണ് സ്വാമി വിവേകാനന്ദൻ. പിൽക്കാലത്താണ് സ്വാമി വിവേകാനന്ദൻ കാവിയെടുത്ത ബൂർഷ്വാസിയുടെ വക്താവാണെന്ന് ചിലർ പറയുന്നു. അതും വേണ്ട രീതിയിൽ പഠിക്കാണ്ടിരിക്കുന്നതുകൊണ്ടാണ്. അപ്പം ഇവിടെ വലിയ ഇന്നത്തെ സമകാലീന ലോകത്ത്, ഭാരതത്തിൽ, പ്രത്യേകിച്ചും കേരളത്തിൽ, ഈ ഹിന്ദുത്വ സൈദ്ധാന്തികന്മാരും കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികന്മാരും തമ്മിലുള്ള ഒരു സേതുബന്ധനം എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വിവേകാനന്ദ സാഹിത്യം പഠിച്ചിട്ടാണ്. ഈ ശ്രീരാമകൃഷ്ണ വിവേകാനന്ദ സാഹിത്യം ഞാൻ പ്രസിദ്ധീകരിച്ചൊരു 2-3 മാസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഫോൺ വന്നു. ഫോൺ വന്നപ്പോൾ ഒരു ടീച്ചർ, രാജമ്മ ടീച്ചർ എന്നാണ് എൻ്റെ പേര്, വിമൻസ് കോളേജിലെ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. താങ്കളുടെ ഈ പുസ്തകം കണ്ടു, വളരെ നന്നായിട്ടുണ്ട്. പ്രത്യേകിച്ചും അതിലെ ഒരു ചാപ്റ്റർ വിവേകാനന്ദ സന്ദേശം ഹിന്ദുത്വ കമ്മ്യൂണിസ്റ്റ് ചിന്തകരിൽ ചെലുത്തിയ സ്വാധീനം. അപ്പോൾ ഈ രാജമ്മ ടീച്ചർ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ എൻ്റെ ഭർത്താവ് ആഗമാനന്ദ സ്വാമികളുടെയൊക്കെ വളരെ, ഭർത്താവ് മാത്രമല്ല അമ്മാവരും എന്നൊക്കെ പറഞ്ഞു വന്നപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ പി ഗോവിന്ദപിള്ള സാറിൻ്റെ ഭാര്യയാണ് ഞാൻ എന്ന് പറഞ്ഞു. ഞാൻ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആളാണ്, ഇതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഗോവിന്ദപിള്ള സാറിൻ്റെയൊക്കെ കോൺട്രിബ്യൂഷൻ, ആഗമാനന്ദ സ്വാമികളുമായിട്ടുള്ള ബന്ധം, പിന്നെ പരമേശ്വർജിയെ പോലെയുള്ള ഹിന്ദുത്വ സൈദ്ധാന്തികന്മാർ അവിടെ വന്നിരുന്നു, അതൊക്കെ ഇതിൽ പരാമർശിച്ച. അതെ, അതുകൊണ്ടാണ് ഞാൻ താങ്കളെ വിളിച്ചത്. ഇത് വളരെ ഇങ്ങനത്തെ ഒരു പഠനം ആരും നടത്തിയിട്ടില്ല. അതുമാത്രമല്ല, ഈ പല ആൾക്കാരും കട്ടിങ് അക്രോസ് ദ ലൈൻ നമ്മളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വളരെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, വായിക്കേണ്ടവരെന്ന് നമ്മൾ പ്രതീക്ഷിച്ച ആൾക്കാർ ഈ പുസ്തകം
വായിച്ചിട്ടോ എന്നുള്ളത്. കാരണം ദേശീയതയും സാർവദേശീയതയും തമ്മിലുള്ള എപ്പോഴുമുള്ള സംഘർഷം, ആശയ സംഘർഷത്തിന് അതിനൊരു പരിഹാരം, അത് എത്രയോ കാലത്ത് മുമ്പ് എൻ റോയ്, മാനവേന്ദ്രനാഥ് റോയ്, അദ്ദേഹമാണ് ഇന്ത്യയിലെ ആദ്യകാല കമ്മ്യൂണിസ്റ്റുകളിൽ ഒരാൾ, താഷ്കണ്ടിൽ വെച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്നതിൽ പങ്കെടുത്ത ഒരാൾ. പിന്നീട് അദ്ദേഹം കമ്മ്യൂണിസം ഉപേക്ഷിച്ച് റാഡിക്കൽ ഹ്യൂമനിസത്തിൻ്റെ ആളായി. അപ്പം അദ്ദേഹത്തിനൊക്കെ സ്വാധീനിച്ചത് വിവേകാനന്ദ സാഹിത്യമാണ്. കാരണം സ്വാമി വിവേകാനന്ദൻ്റെ അനുജൻ ഭൂപേന്ദ്രനാഥ ദത്തൻ കമ്മ്യൂണിസ്റ്റായിരുന്നു. ദ പാട്രിയോട്ടിക് പ്രോഫറ്റ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകം സ്വാമി വിവേകാനന്ദനെ കുറിച്ച് എഴുതി. അപ്പം ബംഗാളും കേരളവും തമ്മിലുള്ള സാമ്യം, അത് ഇനിയെങ്കിലും പഠിക്കേണ്ടവർ പഠിച്ചാൽ അവർക്കും നല്ലത്, നമ്മുടെ നാടിനും നല്ലത്. അപ്പം ഇത് ഈ പുസ്തകം സ്വാമി വിവേകാനന്ദനും കേരളവും ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ചു. ശ്രീരാമകൃഷ്ണ സംഘസന്യാസിമാർ കേരളത്തിൽ മാതൃഭൂമി പ്രസിദ്ധീകരിച്ചു. ശ്രീരാമകൃഷ്ണ വിവേകാനന്ദ സാഹിത്യം മലയാളത്തിൽ കേരള സാഹിത്യ അക്കാദമി പ്രസിദ്ധീകരിച്ചു. ഇത് അപ്പം എന്നെ പലരും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കേരളത്തിലെ രാമകൃഷ്ണ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം, സാഹിത്യപരമായ സംഭാവന, ആധ്യാത്മികമായ അതിൻ്റെ നേട്ടങ്ങളൊക്കെ അവതരിപ്പിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കാണ് അവതരിപ്പിക്കുന്നത്. അത് മാത്രമല്ല, രാമകൃഷ്ണ പ്രസ്ഥാനം മാത്രമല്ല, ഇപ്പോൾ ചട്ടമ്പി സ്വാമികളുടെ തീർത്ഥപാദ സമ്പ്രദായം, അതിനെക്കുറിച്ച് പഠിച്ച തീർത്ഥപാദ സമ്പ്രദായം എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതി. പിന്നെ അതുകൂടാതെ എത്രയോ ഇപ്പം കാഞ്ഞങ്ങാട് ആനന്ദാശ്രമം, ആധ്യാത്മികമായിട്ട് പോകുന്നവർക്കൊക്കെ താല്പര്യമുള്ള ഒരു ആശ്രമമാണ്. അവിടുത്തെ സച്ചിദാനന്ദ സ്വാമിയുടെ ജീവചരിത്രം അദ്ദേഹത്തിൻ്റെ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് പ്രസിദ്ധീകരിച്ചു. വാസ്തവത്തിൽ ഈ സച്ചിദാനന്ദ സ്വാമികളാണ് എന്നോട് കേരളത്തിലെ ആശ്രമങ്ങളെക്കുറിച്ച് പഠനം നടത്താൻ ഒരു സജഷൻ, ഒരു നിർദ്ദേശം തന്ന. അപ്പോൾ അത് ഈ പുസ്തകം അദ്ദേഹത്തിൻ്റെ ജന്മശതാബ്ദിയിൽ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം തയ്യാറാക്കിയത് ഒരു ഗുരുദക്ഷിണ എന്നുള്ള പോലെ. അതിനൊരു കാര്യമുണ്ട്, ആ പുസ്തകം എഴുതുന്നതിൻ്റെ പിന്നിലുള്ളൊരു കാര്യം, ഇപ്പം പ്രാദേശിക ചരിത്ര പഠനം വളരെ താല്പര്യത്തോടു കൂടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും സീഡിറ്റ് കേന്ദ്രീകരിച്ച്. തോമസ് ഐസക്ക് ധനമന്ത്രി ആയിരിക്കുന്ന സമയത്താണ് ഇതിൻ്റെ പരിപാടികൾ നടന്നുകൊണ്ടിരുന്നത്. ഓരോ ജില്ല തോറും ചരിത്രം തയ്യാറാക്കിയിരുന്നു. കാസർഗോഡ് ജില്ലയുടെ എനിക്ക് തോന്നുന്നത് 1000-ലേറെ പേജുള്ള ചരിത്രത്തിൽ കാസർഗോഡ് ജില്ലയിൽ ഹോസ്ദുർഗത്തിൽ താലൂക്കിൽ കാഞ്ഞങ്ങാട് എന്ന പ്രദേശത്തെ 2 ആശ്രമങ്ങളുണ്ട്. ഒന്ന് ആനന്ദാശ്രമവും മറ്റൊന്ന് നിത്യാനന്ദാശ്രമവും തീർന്നു. ആ ആനന്ദാശ്രമവും നിത്യാനന്ദാശ്രമവും ആ പ്രദേശത്തിൻ്റെ മാത്രമല്ല, കേരളത്തിലുണ്ടാക്കിയ നിശബ്ദമായ നവോത്ഥാനം എന്താണെന്ന് സർക്കാരിൻ്റെ ചരിത്രം ഇതിൽ വരുന്നില്ല. അങ്ങനെ ഓരോ പ്രദേശത്ത് പോയി കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ സുഹൃത്ത് കൈലാസ്നാഥ് പയ്യോളിക്കാരനാണെന്ന് പറഞ്ഞു. പയ്യോളിയിൽ ചില ആശ്രമങ്ങളുണ്ട്, ചെങ്കോട്ടുകാവ്, കൊയിലാണ്ടി, അതൊക്കെ കേന്ദ്രീകരിച്ച. അപ്പം അത് അവിടെ ചെലുത്തിയ സ്വാധീനവും, ഒരു പക്ഷേ മലബാറിലെ ഏറ്റവും നല്ലതും വലിയതുമായ ഗ്രന്ഥശാല ഉണ്ടായത് കൊയിലാണ്ടി മേലൂരുള്ള രാമകൃഷ്ണ ആശ്രമത്തിലായിരുന്നു. ഇതൊക്കെ ഇപ്പോൾ ആരറിയുന്നുണ്ട്? ആ ലൈബ്രറി എവിടെ പോയി? ഇപ്പോൾ ഉദാഹരണത്തിന് ബാലഗോപാലൻ എന്ന് പറഞ്ഞൊരു സംഗീത നാടകം കുട്ടമത്ത് കുഞ്ഞൂർ കുഞ്ഞിക്കൃഷ്ണക്കുറുപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പം ആ പുസ്തകം, അതേ നാടകം അവതരിപ്പിച്ച് ഒരു കാലത്ത് മലബാറിൽ ഈ ബാലഗോപാലൻ എന്നുള്ള പേര് വളരെ പ്രശസ്തമാവാനും പ്രസക്തമാവാനും ഭക്തിയുടെ ഒരു പ്രഹർഷം തന്നെ ഉണ്ടാക്കി. TS തിരുമുമ്പ്, കുട്ടമത്ത്, വിഷ്ണു ഭാരതീയൻ, അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട്. പിന്നീട് ഇവരൊക്കെ ആദ്യകാല കമ്മ്യൂണിസ്റ്റുകളായിരുന്നു. പിന്നീട് ഇവരെ ഭക്തന്മാരായി തീരുന്നുണ്ട്. കമ്മ്യൂണിസത്തിൽ നിന്നും വേദാന്തത്തിലേക്ക് മാറിയ ആൾക്കാർ. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു മാറ്റം സംഭവിക്കുന്നത്? ഈ മാറ്റം സംഭവിക്കുമ്പോൾ അവരെ കൊണ്ട് നാടിൻ്റെ ദേശീയതയുടെ
ഉത്കർഷത്തിന് ഇത്തരത്തിലുള്ള ആൾക്കാരെ നമുക്ക് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ആ വേർഡ് ശരിയാണോ എന്നറിയില്ല. അവർ ദേശീയമായ നവോത്ഥാനത്തിന്, വളരെ പ്രത്യേകിച്ച് പറയുകയാണ്, ദേശീയ നവോത്ഥാനത്തിന് ഇത്തരത്തിൽ വേദാന്തമൊക്കെ പഠിച്ച ആൾക്കാരെ നമുക്ക് വേണ്ട രീതിയിൽ ജനോപകാരമായ രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നുണ്ടോ?